വെൽക്കം ടു തട്ടിമുട്ടി ഫാമിലി. 1.5 മാസത്തോളമായിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാണ്ട് ഗ്യാപ്പായിട്ട് കാരണം പിള്ളേർക്ക് പനിയായിട്ട് പിങ്കിക്കും പനിയാണ് ഉണ്ടായിരുന്ന. നമ്മളെന്താ വീഡിയോ ചെയ്യാത്തെന്നുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഇതാണ്. ഇവൾക്കും പിള്ളേർക്ക് എല്ലാവർക്കൊക്കെ പനിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും വെവ്വേറെ വീട്ടിലാണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ പിങ്കിയുടെ വീട്ടിൽ പോയാണ് വീഡിയോ ചെയ്യണത്. പിന്നെ പിങ്കി ഇവിടെ വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒക്കെ കൊണ്ടൊക്കെ പിന്നെ മേടിക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തേ. ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. ചെറിയ ചെറിയ മുട്ടുകളാണ് വീഡിയോ ആയിട്ട് പറയാനൊന്നും പറ്റൂല. എല്ലാവരും ചെയ്യണ വീഡിയോ ഒക്കെ തന്നെ ഞങ്ങൾ ഇതൊക്കെ വെറൈറ്റി ആക്കും. ഞങ്ങള് ചോര വർത്തിക്കും. ഇത് കുസൃതി ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാളെടുത്ത് ചോദ്യം വായിച്ചിട്ട് അടുത്ത ആൾ അതിന് ആൻസർ പറയാ. പറഞ്ഞില്ലെങ്കിൽ അടി. അതാണ് ഗെയിം. സ്റ്റാർട്ട് ചെയ്യാം. അടി തുടങ്ങോ? അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നീ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞാൻ ആണ് നീസറ ലെറ്റർ. അപ്പൊ ഫസ്റ്റ് തുടങ്ങട്ടെ. ഞാൻ ബി എം സ്റ്റാർട്ട് ചെയ്തു. ഞാനെടുത്ത് നീ പറയാ. കേട്ടെ പറയട്ടെ ചോദിക്കട്ടെ. നീസ റെഡിയല്ലേ? അടിയുള്ള റെഡിയാ. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. എന്താണ് നീസ ഉത്തരം? വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. പെട്ടെന്ന് പറയണം കേട്ടോ. ഒരുമാതിരി എന്നിട്ടെന്ന് പറഞ്ഞാൽ ഐസ്. കറക്റ്റ്. കറക്റ്റ്. കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ജനനം. എന്റെ ചോദ്യം ഇതായിരുന്നു. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. ഉത്തരം അനീസ വന്നത് ഐസ് എന്നാണ്. ഞാൻ ഉദ്ദേശിച്ചത് വെള്ളം നിറച്ചുള്ളൂ. അതതിൽ നമ്മൾ പുറത്തോട്ട് വയ്ക്കുമ്പോ അങ്ങനെ. പിന്നെ ഉത്തരം ഉപ്പാണ്. ഉത്തരം ഉപ്പ്, സാൾട്ട്. അനീസ കൈയാട്ട് കാണിക്കൂ. കൈ കാണിക്കും. കൊച്ചിന് തലക്കിട്ടോ നീ നിൽക്കും. ചോറ് തുറയ്ക്കും. കൈ നേട്ടെ. കൈ അടിക്കണം. കിട്ടാനുള്ള കൈ കിട്ടണേ. അടി വടി. ആദ്യത്തെ അടി ഞാൻ തന്നെ. ഏത്? ഞാൻ പതുക്കെ അടിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അനീസ അടുത്തത് എനിക്കിട്ട് ഞാൻ എടുക്കാൻ വേണ്ട. ചോദിക്കട്ടെ? ചോദ്യം. ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ്? കൊടയാണോ? കൊട അല്ലേ? അല്ല. കൂണാണോ? ശരിയാ. ആൻസർ കൂണാണ്. ചോദിക്കട്ടെ? ക്യാരറ്റ് മാത്രം വിൽക്കുന്ന കട. ക്യാരറ്റ് മാത്രം വിൽക്കുന്ന കട. അതനുസരിച്ച് കിട്ടും. താങ്ക് യു. പറ വേഗം. ആലോചിക്കട്ടെ. വേണ്ടെങ്കിൽ എന്തിനാ മേടിച്ചോ? പറ. ആലോചിക്കട്ടെ. കടയാണ് അല്ലെങ്കിൽ ലുലുമാള്. ലുലുമാള് മാത്രം വിൽക്കുന്ന കട. മൂന്നാറാണോ? അത് തന്നെ. കണ്ടാർന്നല്ല തമിഴ്മാര് പിടിച്ചില്ല. ഞാനൊന്ന് ഇതിന് അടി കിട്ടും. ആലോചിച്ചപ്പോഴത്തേക്കും എനിക്കറിയില്ല. സ്വർണ്ണക്കട. സ്വർണ്ണക്കട എന്നാണ് ഉത്തരം. ഇതോടൊപ്പം മൂന്നാറും. അത് ഈയിടക്ക് മൂന്നാറ് തമിഴന്മാര് അണ്ണാച്ചിയിൽ ക്യാരക്ടർ പിടിച്ച്. സത്യം. അത് പുറകെ കിടക്കണായിരുന്നു. അണ്ണാച്ചിന് ഓർമ്മ വന്നു. ഒരു അടുത്ത സ്ഥലത്തിട്ട് തന്നെ അടിക്കാൻ ഇപ്പുറത്തിട്ട് അടിക്ക്. അപ്പുറത്തെ കൈയാണിക്ക്. താറാകുഞ്ഞാര ദൈവം ഇപ്രാവശ്യം ഇങ്ങനെ തീരെ അടി കിട്ടണേ. ചോദിക്കട്ടെ? ചോദിക്കും. കടയിൽ കിട്ടാത്ത മാവ്. കടയിൽ കിട്ടാത്ത മാവ്.
ഞാൻ വന്നിരുന്നു ഉപ്പുമാവല്ല അല്ല ഉപ്പുമാവടൊക്കെ ഇട്ട് ദോശ ചാടല്ലേ എനിക്കറിയില്ല അറിയില്ല അറിയില്ല ആലോചിച്ച് ക്ലൂ തരും ക്ലൂ ഇല്ല ഞാൻ ചോദിച്ചപ്പോ നീ എനിക്ക് തന്നില്ലല്ലോ അത് നീയല്ലേ ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കറിയില്ല നിന്നെ അടിച്ചാ കൊച്ചിക്കറിയോ കൊച്ചിക്കറിയോ മോനെ മാറി തന്നെ അടിയോടെ അടിയായിരുന്നു എന്നെ അടിച്ചിട്ട് എനിക്കറിയില്ല ഉത്തരം എനിക്കറിയില്ല അടിച്ചു ഉത്തരം ആത്മാവ് മുമ്പ് മുമ്പ് സാധനം നീയല്ലേ കടലിന് നടുവിൽ നിൽക്കുന്ന വീടേത് കടലിന് നടുവിൽ നിൽക്കുന്ന വീടേത് വീടേത് പറ കടലിന് നടുവിൽ തിമിംഗലോ അല്ല മറ്റേത് കടൽപ്പന്നി കഴിയാണെങ്കിൽ ലൈറ്റ് ഹൗസ് ആണോ അടിക്കുന്നില്ല അവിടെ വീട് കൂടെ പറഞ്ഞേക്ക ലൈറ്റ് ഹൗസ് ആണോ ആടി മടി എനിക്ക് ആദ്യം അത് ഓർമ്മ വന്നു പിന്നെ കടലിൽ നടുവെന്ന് ഓർത്തപ്പോഴാണ് തിമിംഗലം വൃത്തികെട്ട ക്വസ്റ്റ്യായിട്ട് വരുന്ന റെഡിയായിട്ട് സാധനോട് അപ്പിട്ടെന്ന് ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം പാത്രം പേന പേന കലം കലം പേന അല്ലെ കലമാ കലം 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 അല്ല കലം പേന ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ തന്നെ കണ്ടെനിക്ക് കടയിൽ കിട്ടാത്ത റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ റേഷൻ കടയിൽ അങ്ങോട്ട് അറിയാൻ പാടുള്ളൂ കടയിൽ കിട്ടാത്ത റേഷൻ എന്താ എന്താ നമ്പറിൽ അടി കിട്ടിയതൊക്കെ ഇല്ല കടയിൽ കിട്ടാത്ത റേഷൻ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ ഉമ്മ വേണോ കണ്ണു ചിമ്മി കളിക്കാണ്ട് പറ നിക്കറി അപ്പിടാൻ പോയിരുന്നു ഞാനിത് വായിച്ചിട്ടുള്ള കടയിൽ കിട്ടാത്ത റേഷൻ 3 പറ ആലോചിക്കാനും കുട്ടി ഇന്ന് മൂളെങ്കിലും ചെയ്യും അങ്ങോട്ടിലേക്കണത് ഒരു ചെറിയ സ്കൂളല്ല തടിയാണ് മേടിച്ചു കിട്ടി കഴിഞ്ഞ ദിവസം ഒരേ നടന്ന സംഭവം കഴിഞ്ഞ ദിവസം ദിവസം ഇവിടെയൊക്കെ നടന്ന സംഭവം നീയായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം പറ നീത്ത കണ്ണു തിരിഞ്ഞ് നോ ഡോണ്ട് ടച്ച് റേഷൻ നീയായിട്ടും അവളൊക്കെ ആയിട്ടും ഒരുപാട് ബന്ധം ഞാനുമായിട്ടും ഉണ്ട് ചെറിയൊരു ബന്ധം
ഇതൊന്നും മാന്തണം. അപ്പൊ ഇത് തന്നെ റിലേഷനാണോ? റിലേഷനാണ്. ഇത് റേഷൻ. എന്റെ പൊന്നോ സമയം കഴിഞ്ഞില്ല, ഒരുപാട് സമയം. ഓപ്പറേഷൻ നമ്മ പിടിച്ചു. പപ്പ വരുമ്പോ ചോദിക്കാൻ പിടിച്ചു. നീ എടുത്തു. പപ്പ വരുമ്പോ ചോദിക്കാൻ. അയ്യോ ഇല്ല, അയ്യോ ഇല്ല, സത്യമായിട്ടും ഇല്ല. ഇത് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം അല്ലല്ലേ? ആ കുടിക്കാൻ പറ്റുന്നല്ലേ? സി അല്ലേ? അല്ല. വിടടി അതിന്ന് ക്യു ആർ കണ്ടിട്ടാ ഇതിന് പാടി ക്യു ആർ ആയിട്ട് അതിലുണ്ടോ? ബുക്കിലുണ്ടോ? താഴെ കണ്ണിക്കൊള്ളും, കണ്ണിക്കൊള്ളും. കുടിക്കാൻ പറ്റുന്ന അക്ഷരം സി അല്ലേ? സി അല്ല? രണ്ടു പ്രാവശ്യം പറഞ്ഞ അടിക്കാൻ മുട്ടിയിരിക്കുന്നത് പാടി. അമ്മ തെറ്റിപ്പോയി. ഇതിന് ഏകദേശം തീയല്ലാതെ പണ്ടായിരുന്നു. പട്ടി അടുത്ത അമ്മയുടെ മോളെ കാലുകളില്ലാത്ത ടേബിൾ. കാലുകളില്ലാത്ത ടേബിൾ അതും പറയും. ഇതൊക്കെ മണ്ണൂതിർക്ക് പറയാൻ പറ്റിയ പറഞ്ഞു. മോളെ മോളെ കൊല്ലും. അല്ല എനിക്കൊരു പട്ടിക്ക് തോന്നുന്നില്ല. നീ എനിക്ക് തന്നാക്കളൂ. ഞാൻ നിനക്ക് നീ എനിക്കുന്നില്ല. അവള് വന്നിട്ടോ ഞാൻ പറ. കാലുകളില്ലാത്ത ടേബിളാ? ടേബിൾസ് ആണോ? നമ്മള് ടേബിൾസ് ആണോ? അങ്ങനെയല്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ല. പറഞ്ഞാ മതി, ഉത്തരം പറ. ആണാന്ന് ചോദിക്കരുത്. ഇത് കുറച്ച് ചോദിക്കുമ്പോ ഉത്തരം പറയണം. വേണ്ട. അയ്യോ വടിയോടാ എടുക്ക്. വടി എടുത്ത് വടി എടുത്ത് വടിയുമ്പോ വിളിപ്പിച്ചു സാറേ എന്നെ അടിച്ചപ്പോ. ടേബിൾസ് ആണോ? അതാ ടേബിൾസ് നമ്മള് മാത്സിലൊക്കെ പഠിക്കും. ആ അത് തന്നെ പറ. ഒന്നിന്റെ പറ. പറ തരം പറ. തരാമോ? അറിയില്ല. ക്യാമറയുടെ നേരെ കൈകാട്ടി നിക്കടി. ആലോചിച്ചോക്കട്ടെ. ടേബിൾ ടൈം ടേബിൾ. ടൈം ടേബിൾ. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഇതെന്തായാലും പറയാൻ വഴിയില്ല. അതെ രൂപമായിട്ടിരിക്കും. എനിക്ക് ക്ലൂ തന്നോ? അടുത്തൊരു തരാ. പണ്ടാരം കരിയും കുറയുന്നു. ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ. പെയിന? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. പെയിൻ ശരിയാണ്. അതിന് പെയിൻലാൻഡാ? അല്ല ഇല്ല. പെയിൻ സ്പൈനൽ കോഡൊന്ന് നടന്നില്ല. ആ നല്ല കാര്യം. ഞാൻ 2 അടി അല്ല 3 അടി. 10 അടിച്ചല്ലേ? നീ ഇപ്പൊ 3 അടി അടിച്ചില്ലേ? പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. എന്താണ്? പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. ഇത് പറയാൻ ഇരിപ്പിരിക്കും. മനസ്സ് പണ്ടു ഇങ്ങനെ തന്നെ. ഒന്നറിയാൻ പാടില്ല, എല്ലാത്തിനും ജയിക്കും. വൃത്തികെട്ട സ്വഭാവം. ഇത് നിർത്താൻ പാടില്ല. 10-35 വയസ്സായി. ഓടിപെട്ടായിരിക്കും 30.
പറ. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. ക്ലിപ്പാണ് മറ്റേ ക്ലൂ ഉണ്ടോ? ആ ക്ലൂ നീ തന്നെ പറയണ്ടല്ലോ ക്ലൂ. എനിക്ക് സമ്മതിച്ചതല്ലേ. പല്ലുണ്ട് കടിക്കില്ല. നിന്റെ പോലത്തെ ഇങ്ങനത്തെ പല്ലുണ്ട് പക്ഷെ കടിക്കൂല. ഈ പേരടാ. ഇന്ന് കൃഷ്ണമണി വിടംബരമല്ല. എനിക്കറിയില്ല. എന്താടി വടികളെ ചീപ്പ്. നിന്റെ അതേ സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം, ചീപ്പ് സ്വഭാവം. ഇപ്പുറത്ത് അമ്മ ഉണ്ടോ? ഞാൻ പറയാത്ത തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു അമ്മനെ അടിച്ച് പിങ്കി. കൊച്ചിന് എത്ര മനസ്സിലാവൂല. വട്ടം തുറന്ന നീളം കൂടുന്നത് എന്തിന്? വട്ടം തുറന്നാല് നീളം കൂടുന്നതാ? കൊടയാണോ? അല്ലല്ലേ. കൊടക്ക് ഭയങ്കര നീളമുണ്ടോ? ഇല്ല, നീളൂല. നോക്കണത് ഇത്രോളാം. ചെറിയ കൊട ഉണ്ടല്ലോ. ഞാനോ വട്ടം തുറന്ന നീളം വെക്കണം. എന്നിട്ട് നീളം കൂടുന്ന അതെ. എന്തുകൊണ്ടാണോ? വട്ടം തുറന്നത് നീളം കൂടുന്നത് എന്തിന്? വട്ടം തുറന്നിരിക്കും. ഞാൻ ആദ്യം ആലോചിച്ചാ പിന്നെ വേണ്ട. എനിക്കറിയാം. എനിക്ക് കൈ കുറച്ച് ഉത്തരം ചൂണ്ടിക്കാണ് ചെന്നിട്ട് അവനെ അടി. എനിക്കറിയില്ല, ഉത്തരം എനിക്കറിയില്ല. കാരണം ഞാൻ എന്റെ ബുദ്ധി വന്ന ബുദ്ധിയില്ല. പുത്തം പിടിച്ച പിള്ളേർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പറയും. അടി. ആൻസർ കിണർ. എന്താ മോനെ? എല്ലാരും പറയാം അടി പോരാന്ന്. അടി പോരാതെന്ന് പറയും. പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റൂ എന്ത്? പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റൂ എന്ത്? എഴുതിയൊക്കെ അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഇവിടെ ഉള്ളത് വെച്ചാൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ചേക്കാം. പാലാണോ? അല്ല, മണ്ണിലാണ്. പക്ഷെ പാല് തരും. പറ. പൊട്ടിച്ചാൽ ഉപയോഗിക്കാൻ പറ്റൂ എന്തെന്ന്? പൊട്ടിക്കാണ്ട് ഉപയോഗിക്കാൻ വല്ല ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്? അല്ല, ഫുഡല്ല, ഒന്നുമല്ല. ഇത്രയും ക്ലൂ തന്നു. ഇനി മോള് കണ്ടുപിടിക്കില്ല. വേറെ ക്ലൂ ഒന്നും തന്നില്ലല്ലോ. പേപ്പറാണ് അത്. വായ്പത്തിക്കറ്റ് കൊടുക്കണം. പറ അനീസ. അനീസയുടെ ബുദ്ധി വെച്ച് പറ. അനീസക്ക് പറ്റിയ ക്വസ്റ്റ്യനാണ് ഇതല്ല. എല്ലാം പൊട്ടിച്ചാലല്ലേ ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? പാല. ഫാഷൻ ഫ്രൂട്ടാണോ? അത് തന്നെ. കറക്റ്റ്. എനിക്കറിയില്ല. മടിയുടെ മടിയുടെ നെറ്റി പൊക്കി എങ്ങനെ? എന്താണ് ആൻസർ? അടിയുടെ ഇതിലായിരിക്കും ആവേശം കൂടിപ്പ്. അതെ. മുട്ടയാണ് ആൻസർ. പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റൂ എന്ത്? മുട്ടയിൽ. താമസിക്കാൻ പറ്റാത്ത വീട് എന്താണ് മോനെ? പറ. ഇത് കൊച്ചിനെ ഡിസ്റ്റർബ് പറയാം. താമസിക്കാൻ പറ്റാത്ത വീട്. ഇത് ഭയങ്കര കേട്ടാ. എന്താണ്
പറത്തുള്ളി പോയല്ല. ഒരിക്കലും കഴിക്കാത്ത മരം. ഇപ്പൊ പോയാടെ ക്ലൂതാ. നമ്മളെ ഇവിടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവം. കറക്റ്റ് സംഭവം. ഇനി ഒരുപാട് അകന്നു എന്നിട്ടും അടികൊണ്ട് അനീത്ത മാനസികമായിട്ട് അകന്നു. ഓ ഭയങ്കര തൊട്ടണ്ട. അച്ഛാ അതല്ല അല്ല ഉത്തരം പറഞ്ഞു തരാ. എന്താ പിന്നെ നിനക്ക് പറഞ്ഞൂടെ? കല്ലു പറയാല മോനെ. ഒരിക്കലും നടക്കാത്ത മരം, വില കായ്ക്കാത്ത മരം. പറ. ഒരിക്കലും കായ്ക്കാത്ത മരം. നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പഠിക്കുന്ന സമയത്ത്. നീ ക്ലിപ്പെടുത്ത് 2 ചുണ്ടും പൊട്ടിയത്. ഇനി ഒരിക്കലും നടക്കൂല. ഇപ്പൊ ഇടക്കിടക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ലോ. ഇടക്കുണ്ട് എന്നാലും ഉണ്ടാവും. എന്തുമാരോട് വന്നത്? അത് മറ്റേ മഞ്ഞപ്പൂ ഉണ്ടാവും. മഞ്ഞപ്പൂ ചുവന്ന പൂക്ക് വരും. വാഗമന പാറയുടെ അരമണിക്കൂറാവും ഓഡീഷനിലൊക്കെ പോയപ്പോ മണിക്കുട്ടി പഠിക്കാൻ എനിക്കറിയില്ല. അറിയില്ല. സമരം പിടിച്ചു. വേഗം എടുത്ത് വേഗം അടിയെന്ന് വീഡിയോ നോക്കുക. ആരടിച്ചാലാണ് നമ്മൾ തിരിച്ചടിക്കാത്തത്? 100 പോവാ. ആരടിച്ചാലാണ് നമ്മൾ തിരിച്ചടിക്കാത്തത്? ടീച്ചർ. ഞാനിതെല്ലാം മിസ്സുമാരെ അനുസ്മരിക്കുന്നു. ആരടിച്ചാൽ തിരിച്ചടിക്കാതെ? ബെല്ല് അല്ല. ക്ലൂതാടി. ക്ലൂന്നില്ല. സോറി. ഇനി മതി. തന്നവര് ബോറടിച്ചാൽ അടിക്കടി വീഡിയോ കൊടുക്കട്ടെ. മിണ്ടാണ്ടിരിക്കാനും അമ്പല കമ്പ. നീ പറ. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയി പോയി. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. അടിയുടെ ഷോർട്ട് കുറഞ്ഞൊന്നും പറയണ്ട. അനീസക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിന്റെ അടുത്ത് എനിക്ക് കൂടുതൽ അടി കിട്ടിയത്. അതെ. അനീസയുടെ കൈയൊക്കെ ചോള് കാണിച്ചു കൊടുക്കും. നല്ല ചോളന്നിരിക്കണ്ടേ. അടുത്ത വീഡിയോ ഞങ്ങൾ ഇതിലും നല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടിയാണെങ്കിൽ സ്ട്രോങ് ആക്കി. എനിക്ക് കുറച്ചാളത്തേക്ക് അടി ഉണ്ടാവൂല്ലോ കേട്ടോ. അല്ല എപ്പോഴും അടിച്ചോണ്ടിരുന്ന ശരിയാവില്ല. അല്ല ഞങ്ങള് അടുത്ത് ഒരു വെറൈറ്റി വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ പറയാൻ പറ്റില്ല. ചിലപ്പോ അതിനകത്ത് പണിഷ്മെന്റ് ചിലപ്പോ അടി തന്നെ ആയിരിക്കും. അടിയാവൊന്നുമല്ല. പ്രേതം ഉണ്ടാവും. ഞങ്ങള് ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് ഇനിയും ഞങ്ങൾക്ക് കൂടാൻ വേണ്ടി അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. വീഡിയോ ആയിട്ട് ഞങ്ങള് വേഗം വീണ്ടും വരും. അതെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. പറയണ്ടേ? ബൈ. സമാധാനായി.